ശബരിമല സ്വർണ്ണക്കവർച്ച പോറ്റിയുടെ മേൽ പഴിചാരി ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്. ദേവസ്വം ബോർഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു. സ്വർണം പോയതിൽ ഉത്തരവാദി പോറ്റിയാണ്. 1998 മുതലുള്ള കാര്യങ്ങൾ SIT അന്വേഷിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൊടുത്തുവിടാൻ താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ രാജിവെക്കുമെന്നും PS പ്രശാന്ത് പ്രതികരിച്ചു. വിശദാംശങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ദേവസ്വം ബോർഡ് ആദ്യഘട്ടം മുതൽ സ്വീകരിച്ചത്. ഇത് ആവർത്തിക്കുക തന്നെയാണോ? ഇപ്പോഴും പഴിചാരുകയാണോ പോറ്റിക്കുമേൽ? തീർച്ചയായും കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ PS പ്രശാന്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ ആശയക്കുഴപ്പം എന്ന് പറയുന്നത് മണ്ഡലകാലം എത്തുമ്പോൾ ഇത്തരത്തിലുള്ളൊരു വാർത്തകൾ അത് ഭക്തർക്ക് എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നതാണ്. അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ആളുകൾക്ക് അതായത് സംതൃപ്തമായൊരു ദർശനം നൽകാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ സഹായിക്കണമെന്നൊരു അഭ്യർത്ഥനയുമായാണ് PS പ്രശാന്ത് എത്തിയത് എന്ന് തന്നെയാണ്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മേലാണ് ഇപ്പോൾ എല്ലാ കുറ്റവും ചുമത്തി ദേവസ്വം പ്രസിഡന്റ് കൈയൊഴിയുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഒരു കാരണവശാലും താൻ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ച റിപ്പോർട്ടുകളിലൊന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകണമെന്ന് ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് പറയുന്നത്. ഇത്തരത്തിൽ ഏതെങ്കിലും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുകയാണെങ്കിൽ ഈ ദേവസ്വം ബോർഡ് സ്ഥാനം താൻ രാജിവെക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ താൻ ഏതെങ്കിലും പ്രതിപട്ടികയിൽ ഉൾപ്പെടുകയാണെങ്കിൽ പോലും താൻ ഈ ചുമതലയിൽ നിന്ന് ഒഴിവാവും എന്നൊരു കാര്യം തന്നെയാണ് PS പ്രശാന്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും 1998 മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ന്യായീകരിച്ചുകൊണ്ടാണ് PS പ്രശാന്ത് അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത്. എല്ലാ കാര്യവും അന്വേഷിക്കണം. അതോടൊപ്പം തന്നെ 2024 വേറെ തിരുവാഭരണ കമ്മീഷണർ ആയിരുന്നു. അദ്ദേഹത്തിനുണ്ടായ ആശയക്കുഴപ്പമാണ് ഇതിന് കാരണമായിട്ടുണ്ടായത്. ആ പിശക് ആ സമയത്ത് തന്നെ പിന്നീട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടെന്നും PS പ്രശാന്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. 2024 സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണന് വിട്ടു നൽകിയിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് PS പ്രശാന്ത് ആവർത്തിച്ചു പറയുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാതെ, ദേവസ്വം ബോർഡ് അധികൃതർ അറിയാതെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകില്ല. പക്ഷേ എല്ലാം മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരെ മേൽ പഴിചാരുന്ന ഒരു സമീപനം PS പ്രശാന്തും ആവർത്തിക്കുക തന്നെയാണല്ലേ? തീർച്ചയായും കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പ്രധാനമായും ദേവസ്വം ബോർഡ് അറിയാതെ എങ്ങനെ ഇത് നടന്നു എന്നൊരു ചോദ്യം തന്നെ വരുന്നു. പക്ഷേ ആ ചോദ്യങ്ങൾക്കൊന്നും തന്നെ കൃത്യമായി ഉത്തരം നൽകാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മേൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ തന്നെയാണ് ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയം മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിലാകട്ടെ അടുത്ത മണ്ഡലകാലത്തെ അല്ലെങ്കിൽ ഈ വരാനിരിക്കുന്ന മണ്ഡലകാലത്തിലുള്ള ആശങ്ക പ്രകടിപ്പിക്കുകയാണ് PS പ്രശാന്ത് ചെയ്തത്. അതോടൊപ്പം തന്നെ സർക്കാർ ഒരു തരി പൊന്നുപോലും, അതായത് അയ്യൻ്റെ ഒരു തരി പൊന്നുപോലും സർക്കാരോ ഈ ദേവസ്വം ബോർഡോ എടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കൃത്യമായ നടപടി ഉണ്ടാവട്ടെ, ഇല്ലെങ്കിൽ താൻ ഈ സ്ഥാനം രാജിവെച്ചു പോകുമെന്ന് തന്നെയാണ് PS പ്രശാന്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ ആരോപണങ്ങളിൽ നിന്നൊക്കെ തന്നെയും കൈയൊഴിയാനുള്ള ഒരു സമീപനം ആണ് PS പ്രശാന്ത് സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനോട് ഉൾപ്പെടെ ഈ അന്വേഷണത്തിൽ വിശ്വാസ്യതയുണ്ടെങ്കിൽ ഇനി കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാതെ അന്വേഷണം നടക്കട്ടെ എന്നൊരു കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഒരു അഭ്യർത്ഥന കൂടി ഉണ്ട് PS പ്രശാന്തിന് എന്നത് തന്നെയാണ് KP എടുത്തു പറയേണ്ടത്. പ്രധാനമായും ഇനി ഈ അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടാവട്ടെ, കൃത്യമായ ആളുകൾ ആരൊക്കെയാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുക എന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പുറത്തു വരും എന്നൊരു ആത്മവിശ്വാസവും PS പ്രശാന്ത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ വിഷയത്തിൽ നിന്നൊക്കെ തന്നെയും മാറുവാനുള്ള ഒരു സമീപനമാണ് ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നത് എന്ന് തന്നെയാണ്. ഇനി വരാനിരിക്കുന്ന മണ്ഡലകാലം, അതോടൊപ്പം അവർ പ്രകടിപ്പിക്കുന്ന ആശങ്കയൊക്കെ തന്നെയും ഭക്തരുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള ഒരു തന്ത്രമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് PS പ്രശാന്ത് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞിട്ടുള്ളത്. KP, തങ്ങളുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന ആവർത്തിക്കുക തന്നെയാണ് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ. പോറ്റിയിലേക്കും മറ്റുള്ളവരിലേക്കും പഴിച്ചാരി മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ദിസ്ന സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.